നമസ്കാരം. ഒരു വാർത്ത എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന് ജീവിക്കണോ മരിക്കണോ എന്ന് ഇന്നിപ്പോ തീരുമാനിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് കേരളത്തിൽ നടന്നൊരു സംഭവം, അതീവ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. അതിന്റെ പൂർണ്ണമായിട്ടുള്ള സത്യം മനസ്സിലാക്കാതെ ഇവിടുത്തെ മീഡിയ ട്രയൽ നടത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. ആദ്യം ഈ വാർത്ത വന്നത് എങ്ങനെയായിരുന്നു? ഒരു സ്ത്രീയോട് അപമര്യാദ പെരുമാറിയ ഒരു ചെറുപ്പക്കാരന്റെ കഥ, അതിധീരമായി അതിനെ വീഡിയോ എടുത്തൊരു സ്ത്രീയുടെ കഥ. അങ്ങനെ ഉണ്ടായിരുന്ന വാർത്ത ആത്മഹത്യക്ക് ശേഷം മാറിമറിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു, അത് തെറ്റല്ലേ? യഥാർത്ഥത്തിൽ ഇതൊക്കെ ആരാണ് വിധിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനല്ലേ മീഡിയ ട്രയൽ കാരണം അവസാനിപ്പിക്കേണ്ടി വന്നത്? നമ്മുടെ സമൂഹത്തിന്റെ കണ്ണാടിയാവേണ്ട മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിലെ കത്തിയാവുകയാണ്. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്, അതായത് കുഴിമാടങ്ങളല്ല. ഇന്നത്തെ വാർത്ത ദീപക്കാണ്, നാളെ നമ്മളാവരും. താങ്ക് യു.